വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് കുറേ ആയി വിചാരിക്കുന്നു. പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ. വിചാരിക്കും കുറേ വീഡിയോസ് എടുക്കും, പക്ഷേ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. എന്തായാലും ഒരു ഇൻട്രോ വീഡിയോ തന്നെ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോ ദിസ് വിൽ ബി മൈ ഫസ്റ്റ് വീഡിയോ. ഞാനിപ്പോൾ എന്താ ഇവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ, ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് നാട്ടിലോട്ട് വരുന്ന വഴി മലേഷ്യയിൽ സ്റ്റക്കാണ്. അപ്പം സ്റ്റക്കാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. കാരണം ഇവർ ഇവിടെ അക്കോമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തു. നമുക്ക് ഫുഡും അക്കോമഡേഷനൊക്കെ ശരിക്കും 24 hours ഡിലേ ആണ്. അതുകൊണ്ട് ശരിക്കും 1 hour ലേ ഓവർ ഉണ്ടായിരുന്ന ഫ്ലൈറ്റാണ്. പക്ഷേ നമ്മുടെ ന്യൂസിലൻഡിൽ നിന്ന് ഡിലേ ആയതുകൊണ്ട് മലേഷ്യയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഓൾറെഡി പുറപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1.5-1.25 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നാട്ടിലോട്ട് പോകുന്നത്. അതിൻ്റെ ഭയങ്കര എക്സൈറ്റഡ് ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ അച്ഛനോടും പിന്നെ എൻ്റെ 2 ഇൻലോസിനോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കസിൻസൊക്കെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അതുകൊണ്ട് അവരെ കാണാനും അവരെ സർപ്രൈസ് ചെയ്യിക്കാനും അവരുടെ മുഖം കാണാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ ചെന്നിട്ട് ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം, കാണാം. അപ്പോൾ എൻ്റെ ജേർണിയുടെ കൂടെ കൂടാൻ ആഗ്രഹമുള്ളവർ യു നോ വാട്ട് ടു ഡു, റൈറ്റ്? അപ്പോൾ ഇന്നലെ ഞാൻ പോകുന്നപ്പോൾ തൊട്ട് ചെറിയ വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ടിപ്സും എല്ലാം ഞാൻ ആഡ് ചെയ്യാം. ഇവിടെ നല്ല അടിപൊളി റൂമാട്ടോ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് റൂമിൻ്റെ കാര്യവും ഫുഡിൻ്റെ കാര്യമൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒന്നും വന്നില്ല. ഇതിന് മുമ്പ് എൻ്റെ അച്ഛൻ നാട്ടിൽ നിന്ന് ന്യൂസിലൻഡിലോട്ട് വന്നപ്പോൾ ഈ സെയിം ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ക്യാരി ഓൺ ബാഗിൽ കുറച്ച് എൻ്റെ ഡ്രസ്സും കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെ ഡ്രസ്സും ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. സോ ഫാർ എന്താ പറയുക, അടിപൊളിയായിട്ട് പോകുന്നു. പക്ഷേ ഒരു ദിവസം എൻ്റെ നാട്ടിലെ മിസ്സായി. ഇന്നലെ രാത്രിയിൽ നാട്ടിലെത്തേണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ നാട്ടിലെത്തുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 1 o'clock ആയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ബുഫേ ആയിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. അതിൻ്റെ ചെറിയ അവിടെ എനിക്ക് ആക്ച്വലി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും ഒരാൾ വീഡിയോ എടുക്കാൻ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എനിക്ക് തന്നെ ഫോൺ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് രാവിലെ അവിടെ ഫുഡ് പോയപ്പോഴും അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് ക്രൗഡൊക്കെ ഏകദേശം സെറ്റിലായ സമയത്ത് ഞാൻ കുറച്ചൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. ആക്ച്വലി ഞാൻ ആരോടും പറയാതെയാണ് നാട്ടിൽ പോകുന്നത്. സർപ്രൈസാണ്. അവിടെ ചെല്ലുമ്പോൾ എത്രമാത്രം ആൾക്കാർ സർപ്രൈസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കസിൻസും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം ഒരു ഫ്രണ്ടിനെ അറിയാം, ബാക്കി ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ കാണാനും അവരെയൊക്കെ പെട്ടെന്ന് കണ്ടു കഴിയുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ കാണാനും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാട്ടിലെ പോലെ രാത്രിയിൽ പെട്ടെന്ന് ചാടി ഇറങ്ങി ചായ കുടിക്കാൻ പോലും നൈറ്റ് ഡ്രൈവൊക്കെ ഇവിടെ പറ്റും. പക്ഷേ നമ്മുടെ സന്തോഷ് കളങ്ങനെ പറഞ്ഞ പോലെ നാട്ടിൽ ആർമാദിക്കുന്ന പോലെ വേറെ ഒരിടത്തും ചെന്നാൽ ആർമാദിക്കാൻ പറ്റില്ലല്ലോ. അതാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടിലെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാനും ഫാമിലി മീറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ മോശം തന്നെ മനസ്സിലാവുണ്ടായിരിക്കില്ലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ എൻ്റെ ജേർണിയിൽ കൂടെ എൻ്റെ ജേർണീസ് കാണാൻ താല്പര്യമുള്ളവർ കൂടെ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ബൈ, സീ യു. ഇതായിരുന്നു കേട്ടോ ഇവിടെയുള്ള ഫുഡൊക്കെ. പറഞ്ഞ പോലെ കുറച്ചൊന്ന് ക്രൗഡ് ഓക്കെ ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ. ഇത് ആക്ച്വലി ക്രൗഡ് കുറഞ്ഞ ഒരു സമയം കേട്ടോ. നല്ല ക്രൗഡഡ് ആയിരുന്നു. കാരണം ഈ ഫ്ലൈറ്റ് ഡിലേ ആയ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒന്ന് സെറ്റിലായപ്പോൾ ഞാനിവിടെ വന്ന് കുറച്ച് വീഡിയോസ് എടുത്തതാണ്. നല്ല രീതിയിൽ ചൂടുള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നിയില്ല. ഞാൻ റൂമിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുത്തിരുന്ന സമയം കളയായിരുന്നു. വന്ന പോലെ തന്നെ ആയിപ്പോയല്ലോ. പോണ്ട വന്നു, അതൊക്കെ വന്നു. നീ എന്തെടുക്കുവാന്ന്? ഞാൻ കിടക്കുവാ. എന്താ പരിപാടി? എന്നാ റോഡിലോട്ട് ഇറങ്ങിയോ? ഏത് റോഡിലേക്ക്? ആണല്ലേ?
അതൊന്നും ഉണർന്നായിരുന്നു, എന്നെ കിടന്ന് ഉറങ്ങിയ തരത്തില്ല. ഇടി അഞ്ച് നീ എപ്പോഴാ വന്നേ? ഇത് ആരാ നോക്കിക്കേ. ഇതാരാ ഇത്? ഹലോ. ഞാനിന്നലെ അങ്ങനെ എനിക്ക് പറ്റുന്നവരെയൊക്കെ വിളിച്ച് കുട്ടി സർപ്രൈസ് കൊടുത്തു. അന്നിതൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് കരുതിയെടുത്ത വീഡിയോ ഒന്നും അല്ല, ഒരു മെമ്മറിന്ന് എഴുതിയെടുത്ത. അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ. ബട്ട് സ്റ്റിൽ. പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള സ്ഥിരം പരിപാടികളൊക്കെ തന്നെ. ഫുഡ് അടി, പിന്നെ ഒരു പ്ലാനിങ് ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കുക. ഈ പ്ലാനിങ് ഇല്ലാതെ ചെയ്തിട്ട് നല്ല അടിപൊളി പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസം കിട്ടുന്നത് തന്നെ അടിപൊളിയല്ലേ. പിന്നെ ചുമ്മാ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ചുമ്മാ എവിടെയെങ്കിലൊക്കെ നടക്കുക, അതൊക്കെ ഒരു വല്ലാത്ത ഫീലാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറെ ആളോട് കൂടി കേട്ടോ, സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ വന്നപ്പം എനിക്ക് അച്ഛനെ സർപ്രൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം ഇതോടുകൂടി എനിക്ക് തീർന്നു. അങ്ങനെ ഒരു മാസം നാട്ടിൽ അടിച്ചു പൊളിച്ച് എല്ലാവരുടെയും കൂടെ അത്യാവശ്യം എന്നെക്കൊട്ട് പറ്റുന്ന പോലെ ഞാൻ വീട്ടിൽ വരാൻ ശ്രമിക്കാം. അപ്പം until then, bye bye.